ഹേ എവ്രി വൺ, നമ്മളിത് വയനാട്ടിലെ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ടുഡേ ഈസ് എ വെരി സ്പെഷ്യൽ ഡേ ആൻഡ് യു നോ വൈ? ഇന്ന് എൻ്റെ അപ്പേൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. നമ്മളെക്കാൾ കൂടുതൽ യാത്രകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ എൻ്റെ അപ്പ. നമുക്ക് ഈ യാത്രകളോടുള്ള ഇഷ്ടവും ആഗ്രഹവും ഒക്കെ വന്നത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസിൻ്റെ കൂടെ പോയ ചെറുതും വലുതുമായിട്ടുള്ള ട്രിപ്സിൻ്റെ ബേസിലായിരിക്കുമല്ലോ. സോ ഇത്തവണ ബർത്ത്ഡേ വന്നപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ ഓർക്കുമായിരുന്നു എന്ത് ഗിഫ്റ്റായി പാപ്പയ്ക്ക് കൊടുക്കുക. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് ഓക്കെ ഒരു റോഡ് ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഐ ബി സോ ഹാപ്പി. സോ ഞങ്ങളിങ്ങനെ ഓർക്കുമായിരുന്നു കുറച്ച് നാളായിട്ട് അപ്പോൾ വാൽപ്പാറയ്ക്ക് പോകാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹം പറയുന്നുണ്ട് ഒന്നിച്ച് പോകണമെന്ന്. സോ വി തോട്ട് വൈ ഡോണ്ട് വി ഗോ? സോ വെൽക്കം ടു അവർ റോഡ് ട്രിപ്പ് ടു വാൽപ്പാറ. ഹാപ്പി ബർത്ത്ഡേ അപ്പ. അപ്പൊ ഇത് അപ്പന്റെ ബർത്ത്ഡേ ട്രിപ്പ് കേട്ടോ. അപ്പൊ ഇത് എത്രാമത്തെ വയസ്സാ പറഞ്ഞോ? 65. അപ്പൊ എന്റെ 26th ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ഇത്തവണ. അപ്പ ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള പേഴ്സൺ ആണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഹീസ് റെഡി ആൻഡ് ഹീസ് ദെയർ ഫോർ അസ്. നമ്മളിപ്പോൾ പാതിരാത്രിക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ എന്ന് ചോദിച്ചാലും അപ്പോൾ ഐ വിൽ ബി ലൈക്ക് ഓക്കെ യാ ലെറ്റ്സ് ഗോ. അങ്ങനെയാണ് കേട്ടോ. ഹീസ് മോർ ലൈക്ക് എ ഫ്രണ്ട് ടു അസ്. ഞങ്ങളിതേ ചുരം ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ വയനാട്ടുകാർക്ക് എപ്പോഴും ഈ ചുരത്തിന് അവിടെ വന്ന് നിന്ന് ആ വ്യൂ ഒക്കെ കണ്ട് ആ കോടയൊക്കെ നടിച്ച് അവിടെ വന്ന് നിൽക്കുന്നത് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. മുന്നെയൊക്കെ എൻ്റെ ക്രിസ്റ്റിൻ്റെ സ്ഥിരം സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ക്രിസ്റ്റിൻ്റെ SD ഒക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരു റൈഡ് വരാം, ഇവിടെ വന്ന് ഈ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാം, തിരിച്ചു പോവാം. ഞങ്ങൾ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ എസെക് ഷുഡ് ഗെറ്റ് ടു സ്പെൻഡ് സം ഗുഡ് ടൈം വിത്ത് ഹിസ് ഗ്രാൻഡ് പേരൻസ്. ഇപ്പോൾ ക്രിസ്റ്റിൻ്റെയും എൻ്റെയും പേരൻസിൻ്റെ കൂടെ ടൈം കിട്ടണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു കേട്ടോ. ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. എസെക് ആണെങ്കിൽ അമ്മമ്മ ഉണ്ടാക്കിയ പഴംപൊരി ആട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ രാവിലെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. എസെക് ആണെങ്കിൽ ഒരു ഹ്യൂജ് പഴംപൊരി ഫാനാണ്. സോ പുള്ളി ആദ്യം തന്നെ അതാട്ടോ അകത്താക്കുന്നത്. രാവിലെ എണീറ്റതിൻ്റെ ഒരു ഉഷാറില്ലായ്മയാണ് കേട്ടോ ഈ കാണുന്നത്. ഫുൾ ഫോമിലേക്ക് വരാൻ പോണേ ഉള്ളൂ. മീറ്റ് മൈ ബ്രദർ കേട്ടോ. ഞങ്ങൾ തമ്മിലൊരു 10 ഇയേഴ്സിൻ്റെ ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഫുൾ തല്ലപ്പെടുത്താണ് ഞങ്ങളുടെ പണി. ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് 18 ഇയേഴ്സ് അവൻ കാത്തിരുന്ന ആളാണ് കേട്ടോ പുള്ളി. കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാ വാൽപ്പാറ എത്താൻ ഇനി ഒരു 70 കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ കേട്ടോ. തമിഴ്നാട്ടിൽ കയറിയാൽ പിന്നെ തമിഴ് പറയണല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ശരി. അപ്പം അതാ പാട്ടും പാടി. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ പാട്ട്? ഞങ്ങൾ ചെറുപ്പത്തിലെ ഒത്തിരി വട്ടം വാൽപ്പാറയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പേൻ്റെ അമ്മേൻ്റെയും കൂടെ. അപ്പം അന്നൊക്കെ വന്നപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡിൽ പനന്തങ്ക വിൽക്കത്തില്ലേ, അത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ക്രിസ്ത്യൻ ആണെങ്കിൽ ഇത് ട്രൈ ചെയ്തിട്ടില്ല. സോ നല്ലൊരു സ്പോട്ടിൽ സ്റ്റോപ്പ് ചെയ്ത് അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളിത് ഇവിടെ നിർത്തി പനന്തങ്ക കഴിച്ചു. ഞങ്ങളിത് ആളിയാർ ഡാം എത്തിയേ. ടോയ് ഷോപ്പ് കണ്ടപ്പോഴത്തേനും എസെക്കിനും എല്ലാം അങ്ങോട്ടൊരു ചായ്വ്. എസെക്കിൻ്റെ കയ്യിലൊരു ടോയ് കിട്ടിയപ്പോഴത്തേനും പുള്ളിക്ക് സമാധാനമായി. കാര്യം ചേച്ചി അനിയനൊക്കെ ആണെങ്കിലും ഇവൻ എന്നെ ചേച്ചി എന്ന് വിളിക്കാറേ ഇല്ല. ഞങ്ങൾ ഡാം കാണാൻ വേണ്ടി മേലേക്ക് കയറുമ്പോഴേ എനിക്കാദ്യം അവിടെ എന്താണെന്ന് കാണണമെന്ന് പറഞ്ഞ് വിട്ടടിച്ച് പുള്ളിക്കാരൻ പോവാണ്. നിങ്ങൾ ഈ സ്ഥലം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മൾ ചെറുപ്പത്തിലെ കണ്ട മിക്ക തമിഴ് മൂവീസിലും മോസ്റ്റ് ഓഫ് ദി സോങ്സിലും ഈ ഒരു വ്യൂ എന്തായാലും ഉണ്ടാവും. അങ്ങനെ കേട്ടോ ഞാനും ആദ്യം ഇത് കണ്ടത്. പിന്നെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് സ്പീഡ് ബോട്ടിൽ ഇതിലൂടെ ഒരു റൈഡൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഈ ഡാം ആക്ച്വലി പൊള്ളാച്ചിക്കും വാൽപ്പാറയ്ക്കും ഇടയ്ക്കാണ് കേട്ടോ ഉള്ളത്. എനിക്കാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ അപ്പേൻ്റെ അമ്മേൻ്റെയും കൂടെ വന്ന ട്രിപ്പൊക്കെ ഇല്ലേ, അതിപ്പോൾ ക്രിസ്റ്റിൻ്റെയും എസെക്കിൻ്റെയും കൂടെ റീക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഇപ്പം. അവിടെ കിഡ്സിന് വേണ്ടിയിട്ട് ഒരു കുട്ടി പാർക്ക് ഉണ്ടായിരുന്നേ. എസെക് ആണെങ്കിൽ അവിടെ കളിച്ച് തിമിർക്കുമായിരുന്നു. നമ്മളിത് ആളിയാറൊക്കെ കണ്ട് ആനൈമലൈ ടൈഗർ റിസർവിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇവിടെ ഒരു ചെറിയ എൻട്രി ഫീ ഉണ്ട്, വിച്ച് മീൻസ് നമ്മളിതാ ചുരം കയറാൻ പോവാണ്. ഇവിടെ ടോട്ടൽ 40 ഹെയർ പിൻ ബെൻസ് ആണ് കേട്ടോ ഉള്ളത്. ഈ ചുരത്തിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്നറിയോ? നമ്മൾ ഈ 40 ഹെയർ പിൻ ബെൻസിലും കൂടെ ഇങ്ങനെ നാവിഗേറ്റ് ചെയ്ത് മേലേക്ക് പോകാൻ നേരത്ത് താഴെ നമുക്ക് ഈ ആളിയാർ ഡാം കാണാൻ പറ്റും.
സ്നാക്സ് ഒന്നും കഴിക്കാതെ എന്ത് റോഡ് ട്രിപ്പ് അല്ലേ. ഞങ്ങൾ ആക്ച്വലി ആ ആളിയാറിൻ്റെ അവിടെ നിന്ന് നല്ല ഉപ്പും മുളകൊക്കെ ഇട്ട മാങ്ങയും അങ്ങനെയുള്ളതൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സിനെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ഫ്രം ആലിയാർ ടു വാൽപ്പാറ ഒരു 45 കിലോമീറ്റേഴ്സ് ആണ്. അതിലാണെങ്കിൽ 40 ഹെയർ പിൻ ബെൻസും. അപ്പോൾ താഴെ നിന്ന് മേലെ എത്തുമ്പോഴത്തേനും അപ്രോക്സിമേറ്റ്ലി ഒരു 1.5 hours ടൈം എടുക്കും. നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പം താഴെ ആളിയാർ ഡാമിന്റെ വ്യൂ ഉണ്ടല്ലോ, അതാണ് ഒരു രക്ഷയില്ലാത്തത്. നമ്മളിതാ മേലേക്ക് അടുത്തോണ്ടിരിക്കുവാണേ. ക്രിസ്ത്യൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഈ സ്ഥലം എങ്ങനെയാണ്, ഇത് ഊട്ടി പോലെ തന്നെയാണോ ഇരിക്കുന്നത്? അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള മെയിൻ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. റോഡ് ട്രിപ്സ് പോകാനുള്ള എസിക്കിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് അറിയാലോ. എസിക് വാസ് thoroughly enjoying the trip. മേലെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങിയേ. ആ ടീ എസ്റ്റേറ്റ്സും സിൽവർ റോക്ക് ട്രീസും ആ തണുപ്പും ഒക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ വല്ല ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് ആ ഒരു തണുപ്പും കാറ്റൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നേ. ഹലോ ഫ്രം വാട്ടർഫോൾ ടീ എസ്റ്റേറ്റ് വ്യൂ പോയിന്റ്. ദിസ് വാസ് ജസ്റ്റ് മാജിക്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ പ്ലേസ്. നേച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്ഥലം. അതിൻ്റെ ബ്യൂട്ടി ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നീണ്ട ഒരു സ്ട്രെച്ചിലുള്ള ഒരു റോഡും റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു ക്യൂട്ട് ടീ ഷോപ്പും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ വാൽപ്പാറ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ടും സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ഏത് ആംഗിളിൽ നോക്കിയാലും ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ഫ്രെയിമുകളായിരുന്നേ. ഞങ്ങളാണെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്, സൺസെറ്റിനോട് അടുപ്പിച്ച്. അതാണോ എന്നറിയില്ല, അത് ഒന്നും കൂടി ആ സ്ഥലത്തിൻ്റെ ബ്യൂട്ടീനെ അങ്ങ് എലിവേറ്റ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് വന്ന് 2 ഫോട്ടോ എടുക്കാതെ പോകുന്ന മോശമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മെല്ലെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയി. ഈ കാണുന്നതാണ് തലനാർ വ്യൂ പോയിന്റ്. നമ്മൾ ഈ ഹിൽ ടോപ്പിലേക്ക് ഈ മഞ്ഞൊക്കെയുള്ള സ്ഥലത്ത് ഒരു 360 വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് അപ്പ് ഹിൽ പോകാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണ് ഇത്. ഇവിടുത്തെ ഒരു കാര്യം ഈവനിങ് 5 PM വരെയുള്ളൂ, പിന്നെ ഒരു ചെറിയ എൻട്രി ഫീ ഉണ്ട്. എസിക്കിന് ഞങ്ങളെപ്പോലെ തന്നെ ട്രിപ്സൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഓരോ മിനിറ്റും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ ട്രിപ്പ് തീരാനായോ അമ്മ, ഇനി എന്തോരുണ്ട്, തീർന്നു പോവോ പെട്ടെന്ന് എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു എസിക്കിന്. ലൈറ്റൊക്കെ പോകുന്നതിന് മുന്നേ സൺ മെല്ലെ സെറ്റ് ചെയ്യാൻ തുടങ്ങുമെന്ന് അറിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് നേരം ആ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തു. തണുപ്പൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഒരു കോഫി ആയാലോ. അങ്ങനെ കോഫി കുടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഈ കെഫെ കാണുന്നത്. ഇത് അയ്യർപാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വാൽപ്പാറ എത്തുന്നതിന് മുന്നേ തന്നെയാണ് ഈ കെഫെ ഉള്ളത്. ഈ ഹാപ്പി ഫേസസ് കാണുമ്പം ഉള്ള ഒരു കണ്ടെന്റ്മെന്റ് ഇല്ലേ, അതാണ് ചില ട്രിപ്സ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളിതേ വാൽപ്പാറ എത്തി ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യുവാണ്. ഇത് അപ്പേൻ്റെ ബ്രദറാണ്. എന്തുകൊണ്ടാണ് വാൽപ്പാറ വരാൻ ഇത്രയും ആഗ്രഹം തോന്നിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങൾ മോർണിംഗ് കോഫിയൊക്കെ കഴിഞ്ഞ് റൊട്ടിക്കടയെന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേ. അവിടെ ചെന്നപ്പോഴാണ് ദൂരെ റോക്സ് ഒക്കെ അടുക്കി വെച്ചേക്കുന്നത് പോലെ അത്രയും ബൈസൺസ്. വാൽപ്പാറ അറിയാലോ, വൈൽഡ് ലൈഫിന് ഒരു പാരഡൈസ് തന്നെയാണല്ലോ അവിടെ. പക്ഷെ കുറച്ചും കൂടി ഏർലി മോർണിംഗ് പോയായിരുന്നെങ്കിൽ നല്ല സൈറ്റിങ്സ് കിട്ടിയേനെ കേട്ടോ. വാൽപ്പാറയിൽ മലയാളി ഷോപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ റൂംസ് ഒരു കോട്ടേജസ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോഴത്തേനും ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു ബുക്ക് എഹെഡ്. കാരണം ലാസ്റ്റ് മിനിറ്റ്സിൽ റൂംസ് ആർ റിയലി എക്സ്പെൻസീവ്. ഞങ്ങൾ പിന്നെ അപ്പൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. അവർ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ മാതാവിൻ്റെ ഗ്രോട്ടോ ആണ് കേട്ടോ ഇത്. നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഭംഗി എന്താ അല്ലേ. ഇത് അപ്പേൻ്റെ ബ്രദറിൻ്റെ മോളാണ്. കോയമ്പത്തൂരിൽ നിന്ന് എസിക്കിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നേക്കോ കേട്ടോ. ദേ മീറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. പക്ഷെ അങ്ങനെ തോന്നിയതേ ഇല്ല. അവൾ കൊണ്ടുവന്ന ടോയ്സ് ഒക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ തമ്മിലൊരു ബ്യൂട്ടിഫുൾ ബോണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് തന്നെ. ദേ ഇവള് പിന്നെയും ക്യാമറ ആയിട്ട് വന്നു എന്നുള്ള ഭാവമാണ് കേട്ടോ അവൻ്റെ മുഖത്ത് കാണുന്നത്. വാൽപ്പാറ 7th heaven എന്നാട്ടോ അറിയപ്പെടുന്നത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്റ്റണ്ണിങ് നാച്ചുറൽ ബ്യൂട്ടി, മിസ്റ്റി മൗണ്ടൻസ് ആൻഡ് ദ ലഷ് ഗ്രീനറി. ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്കെന്നൊന്നും വിചാരിക്കാണ്ട് ജസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡ്സ്, ഈ ടീ എസ്റ്റേറ്റ്സിൻ്റെ ഇടയ്ക്കൂടെയുള്ള ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള റോഡ്സിൽ കൂടെ ചുമ്മാ ഒന്ന് പോവാന്ന് ഓർത്ത് അൺപ്ലാൻഡ് ആയിട്ട് പോയതാണ് കേട്ടോ. പക്ഷേ ഈ സ്ഥലമൊക്കെ നോക്കി എന്തൊരു ഭംഗിയായിരുന്നു അറിയോ. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്ത് തന്നെ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ഫ്രഷ് ആയിട്ട് വരികയാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ആ റോഡിൽ കൂടെയുള്ള ഡ്രൈവൊക്കെ. അപ്പം ഞങ്ങളങ്ങനെ അൺപ്ലാൻഡ് ആയിട്ട് എടുത്ത റോഡ്സൊക്കെ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലേ. അത് പിന്നീട് നമ്മൾക്ക് കാണുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെമ്മറീസും ആയിരിക്കും അത്. അതുപോലത്തെ ഒരു റോഡായിരുന്നു കേട്ടോ ഇത്. ഇതാണ് വെള്ളമലൈ ടണൽ.
മഴക്കാലത്തൊക്കെ ഈ ടണൽ ഭയങ്കര വെള്ളം ഫുള്ളായിട്ട് കുത്തി ഒഴുകുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് ആക്ച്വലി 3 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ ഫ്രം വാൽപ്പാറ. അവിടെ അടുത്താണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ കണ്ടപ്പോഴത്തേനും എസക്കിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ. ഇത് കുറേ നാൾ കഴിഞ്ഞ് എസക്കിനെ കാണുമ്പോഴത്തേനും ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള മെമ്മറി അല്ലേ. എസക്കിൻ്റെ കൂടെ എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ കിട്ടാനുള്ള തത്രപ്പാടാണ് കേട്ടോ ഈ കാണുന്നത്. പുള്ളിക്ക് ഗ്ലാസും വെക്കണം, പിന്നെ അവൻ്റെ ബബിൾസും വേണം, എന്നാലാണ് ഫോട്ടോയ്ക്ക് ചിരിക്കുള്ളൂ. എന്തൊക്കെ കളിച്ചാലാണ് ഒരു ഫോട്ടോ കിട്ടുകയെന്നറിയോ. ഞങ്ങൾ അവസാനം ഭയങ്കര കൺവിൻസിങ് സ്റ്റാർസ് ആവും, എന്നാലാണ് അവൻ്റെ ഇവിടെ മര്യാദയ്ക്കൊരു ഫോട്ടോ കിട്ടുള്ളൂ. ഓൺ ദ വേ ഞങ്ങളൊരു ഡോഗ് മോമിനെ മീറ്റ് ചെയ്തു കേട്ടോ. ലഡ്ഡു എന്നാണ് ഈ ഡോഗിൻ്റെ പേര്. എസക്കാണെങ്കിൽ പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ലഡ്ഡുവിനെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് എസക്കിന് ഇഷ്ടപ്പെട്ടു. എസക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ഇടയ്ക്ക്, അമ്മ വാട്ട് ഇസ് ലഡ്ഡു ഡൂയിങ്, വെൻ ആർ വി ഗോയിങ് ടു മീറ്റ് ലഡ്ഡു അഗൈൻ, വാൽപ്പാറയിൽ നിന്ന് നമ്മൾ മീറ്റ് ചെയ്തില്ലേ എന്നൊക്കെ എസക്ക് പറയും. ഞങ്ങൾ പിന്നെ പോയത് വേളാങ്കണ്ണി മാതാ ചേർച്ചിലേക്കാണ്. ഈ ചേർച്ച് ഇരിക്കുന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ടീ എസ്റ്റേറ്റ്സിൻ്റെ ഒക്കെ നടുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചേർച്ച്. ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷേ ക്രിസ്ത്യൻ്റെ കൂടെ എനിക്കിവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. സോ അമ്മയും എസക്കും കൂടി ഇതേ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുവാണേ. ഞാൻ പറഞ്ഞില്ലേ, ആ ചേർച്ചിൻ്റെ തൊട്ടടുത്തൂടെ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അരുവിയാണ് ഇത്. കസിൻസ് എല്ലാവരും കൂടി ഇങ്ങനെ റീയൂണൈറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഒന്ന് വേറെ തന്നെയല്ലേ അല്ലേ. ഇതിലും കുറേ പേരെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ആ കിട്ടിയ മൊമെൻറ്റ്സൊക്കെ ഞങ്ങൾ റിയലി എൻജോയ് ചെയ്തു കേട്ടോ. ഞാൻ ഈ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നത് പുള്ളിക്കാരന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ആ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ ആ ഒരു പുച്ഛം. നമ്മൾ ഓൺ ദ വേ തേയിലെന്നുള്ളുന്ന ചേച്ചിമാരെ കണ്ടേ. അവർക്ക് ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവർ നമ്മുടെ അടുത്ത് വീണ്ടും ഫോട്ടോ എടുത്തതൊക്കെ കാണിച്ചു തരുമോ, വീഡിയോ ഒക്കെ കണ്ടിട്ട് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ തലനാർന്ന് പറഞ്ഞ സ്ഥലം, ആ ഭയങ്കര കോടയൊക്കെ ആയിട്ടുള്ള അതാണ് കേട്ടോ ഈ സ്ഥലം. അവിടുത്തെ ഒരു കാറ്റെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയില്ല. ഞങ്ങളിതാ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അതിനു മുന്നേ ഒരു ചായ മുളക് ബജ്ജി ആയാലോ? എന്നാ പിന്നെ വാ കഴിക്കാം. ഓക്കെയാണോ? അപ്പൊ ശരി, ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. Next time we'll come with another travel story. Loads of love from Eza and Kristen.